ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരെ പോലെ തന്നെയും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ വേണമെന്ന്. അതും മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതിൽ ഈ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉള്ള അതിയായ ഇഷ്ടം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാർക്ക് അത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അത് നമ്മുടെ കോഴിക്കോട് ബീച്ച് തന്നെ. അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാരിൽ ഒരാളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഇന്ന് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എടയില ഹോട്ടലാണ്. നമ്മുടെ കുറ്റിച്ചേർക്കടക്കുള്ള എടയില ഹോട്ടൽ. പേര് പോലെ തന്നെ ഒരു കുഞ്ഞൻ ഇടവഴി കൂടിയാണ് ഈ ഹോട്ടലിലേക്ക് പോവുക. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ പതിയെ ഇടിച്ചകത്തേക്ക് കയറി. രാവിലെ ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്ത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചാണോ ഇവിടെ വന്നത്, അത് നമ്മുടെ തൊട്ടടുത്ത് തവയിൽ ഇങ്ങനെ സ്ലോ കുക്കായിക്കൊണ്ടിരിക്കുക കേട്ടോ. വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ചിട്ടും പാർസലായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഇവിടുത്തെ ബീഫ്. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്കും സീറ്റ് കിട്ടി. ചാടിക്കയറി അങ്ങിരുന്നു. ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് 2 പ്ലേറ്റ് ബീഫ്. അതിനുശേഷം ബീഫ് കൂട്ടി എന്ത് കഴിക്കണമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ പൊറാട്ടയായിട്ടും ഉപ്പുമാവായിട്ടും പഴംപൊരിയായിട്ടായിട്ടും ഒക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പ്ലേറ്റ് ഉപ്പുമാവും കണ്ണനൊരു പ്ലേറ്റ് പുട്ടുമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഈ ഉപ്പുമാവും ബീഫും നന്നായിട്ട് കൂട്ടിക്കുഴച്ചത് അതിൽ നിന്നൊരു പീസൊക്കെ എടുത്ത് കഴിച്ച് എൻ്റെ പൊന്നോ ഒന്നും പറയണം, ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറായി. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കുറ്റിച്ചിറ പള്ളിയുടെ നല്ല വിഷ്വൽസൊക്കെ അങ്ങ് ഷൂട്ട് ചെയ്തെങ്കിലും നമ്മുടെ കുറ്റിച്ചിറ പള്ളിയെ ഭംഗിയാക്കുന്ന അതിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞൻ കുളമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കുറ്റിച്ചിറയിൽ നിന്ന് പതിയെ വണ്ടിയൊക്കെ എടുത്ത് നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാട്ടോ. നമ്മുടെ കോഴിക്കോട്ടിലെ മെയിൻ ബീച്ച്. അങ്ങനെ പതിവില്ലാത്ത അഭ്യാസങ്ങൾ, അതായത് നമ്മുടെ വീഡിയോ പിടുത്തം കണ്ട അവനും ഡൗട്ട് വന്നു തുടങ്ങി എന്താണ് എന്ന്. അങ്ങനെ പതിയെ ആളെടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണെന്നും നമ്മുടെ കോഴിക്കോട്ടെ കാഴ്ചകളും നമ്മുടെ കോഴിക്കോടെ ഫുഡും ഒക്കെ എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ഒരു കുഞ്ഞൻ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ അവനും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ആയി കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ പരിചയപ്പെടുത്തില്ലല്ലോ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാരിൽ ഒരാളാണ് കണ്ണൻ. ബാക്കിയുള്ളവരെ നിങ്ങൾ വഴിയെ വീഡിയോസിൽ കണ്ടു തുടങ്ങും. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ച് സമയത്തിൻ്റെ കുറവുണ്ടായിരുന്നു. മറ്റൊന്നല്ല, നമ്മുടെ ഒരു ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ കല്യാണം. പിന്നെ വീട്ടിലെത്തി കുളിച്ച് മാറ്റി പാറോട്ടിനൊരു ബായിയൊക്കെ കൊടുത്ത് നേരെ വിട്ടു. അനുശ്രീയുടെ കല്യാണം. പക്ഷെ അതെന്താ പരിപാടി? അനുശ്രീന്റെ കല്യാണമാണ്. ഫുഡ് അടിക്കാൻ പോയി. രാവിലെ ഇതിനെ പറയടാ. പാർസൽ വാങ്ങണം, കവറിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡിഗ്രിക്ക് പഠിച്ചവരാണ്, അനുശ്രീ അടക്കം. അങ്ങനെ ഞങ്ങളുടെ ടീമിലെ ഓരോരുത്തരായി പതിയെ പതിയെ കെട്ട് കഴിഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഇത് ആദ്യത്തെ കല്യാണമാണ്. ഇതിന് പിറകെ ഓരോന്നോരോന്നായി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ ചാടി കയറി ചെന്നത് ഫുഡ് അടിക്കാനാണ്. എവിടെ ചെന്നാലും നമുക്ക് ഫുഡ് അടിയാണല്ലോ മെയിൻ. അങ്ങനെ പപ്പടം വന്നപ്പോൾ ഇലയുടെ പകുതിയോളം വലിപ്പം. പിന്നെ അതിൻ്റെ സൈസ് അളക്കലായി അടുത്ത പരിപാടി. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ സദ്യയും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് സദ്യ കഴിച്ച് വീട്ടിലേക്ക് പോയി. ഇവരെല്ലാവരും നിങ്ങളെ പരിചയപ്പെടുക കേട്ടോ, കാരണം വരുന്ന വ്ളോഗിൽ എല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെന്നറിയാം. ഒക്കെ തിരുത്തി പതിയെ നിങ്ങളിലേക്ക് നമ്മുടെ നാടിൻ്റെയും നമ്മളെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഓരോ അടിപൊളി വിഷ്വൽസായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബൈ.